എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഉച്ചയൂണ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പായസം കൂടി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് മത്തങ്ങ പായസം. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തുള്ള അളവെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു മത്തങ്ങയുടെ പകുതി എടുത്തു. പിന്നെ ഒരു ഏകദേശം ഒരു അര കിലോ തന്നെ ആയിട്ടില്ല വെല്ലം എടുത്തു. ഒരു 1.5 മുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തു. അപ്പോൾ വലിയ അളവ് പറയുകയാണെങ്കിൽ 3 വലിയ മത്തങ്ങയിലേക്ക് 3 കിലോ വെല്ലം, ഒരു പൈനാപ്പിൾ. ഇപ്പോൾ ഇവിടെ ഞാനൊരു പൈനാപ്പിളിൻ്റെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നന്നായി കുക്കറിൽ വേവിക്കുക, ചൂടാറിയിട്ട് മിക്സിയിലടിക്കുക. എന്നിട്ട് അതൊന്നും കൂടിയും നന്നായി വേവിച്ച് വരുമ്പോൾ വെല്ലം ഒഴിക്കുക, ഉരുക്കിയിട്ട് അരിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. പിന്നെന്താ, ആ മത്തങ്ങയിൽ ആ വെല്ലം കൂടി നന്നായി പിടിക്കണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക്. പിന്നെ അത് നന്നായി പിടിച്ചതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം പിന്നെ തിളപ്പിക്കേണ്ട. പിന്നെ 2ാം പാലിൽ ആദ്യം ഒഴിക്കുക, പിന്നെ 1ാം പാലിൽ അങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് ആ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് അവസാനം വിടാം. അപ്പം ഞാൻ മൂടി വെച്ചത് എന്താണെന്ന് വെച്ചാൽ നന്നായി പൊട്ടി തെറിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരം ചെയ്തതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഉച്ചയൂണിനുള്ള പനീർ ഫ്രൈ, പിന്നെ ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്താ, ഇത്തിരിയും ഉണ്ണിപ്പിണ്ടിയും കൂടിയിട്ട് അതും കൂടി വെച്ചു. അപ്പോൾ വീട്ടമ്മമാരിങ്ങനെ ഒരു പണി മാത്രമായിട്ട് ചെയ്യില്ല എന്നറിയാം, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യൂട്ടോ, നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഓക്കേ.